ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആണ്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ട്. നാഷണൽ ഇൻകം യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. മനസ്സിലായോ? അപ്പൊ ഏറ്റവും ഈസിയസ്റ്റ് ചാപ്റ്റർ ആണ് ഈ ഒരു യൂണിറ്റിലെ ഏറ്റവും ഈസിയസ്റ്റ്. ഭയങ്കര ഏറ്റവും ചെറിയ ചാപ്റ്ററും ആണ്. ആകെ കുറച്ച് തിയറീസും ആകെ ഒരു സർക്കിളും പഠിക്കാനുള്ളൂ. ഭയങ്കര ഈസിയാണ്, നമുക്ക് ഡയറക്റ്റ് പഠിക്കാം. അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, ഈ ഒരു നെയിമിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ. എന്താ സർക്കിൾ? ആ നെയിം ഒന്ന് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് തരാം. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. അപ്പൊ ഫസ്റ്റ് സർക്കുലർ എന്ന് പറയണ്ട, അപ്പൊ ഒരു സർക്കിൾ ഉണ്ട്. ഇനി സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, അപ്പൊ ഇൻകം ആണ് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെ ആ സർക്കിളിൽ കൂടെ. അപ്പൊ ഇൻകം ആണ് ഫ്ലോ ചെയ്യുന്നത്. മനസ്സിലായ? അപ്പൊ ഈ ഒരു ഇൻകം ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നതിനെ പറ്റി മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. സിമ്പിൾ അല്ലേ? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്ററിന്റെ ഒരു ബേസിക് ഐഡിയ കിട്ടിയില്ലേ? ആ നെയിമിൽ തന്നെ ഇല്ലേ ചാപ്റ്റർ, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഇൻകം ഇങ്ങനെ സർക്കിൾ ആയിട്ട് ഇങ്ങനെ ഫ്ലോ ആവണം. ഇനി നമുക്ക് ജസ്റ്റ് ഈ ചാപ്റ്റർ ഓവറോള് ഒന്ന് ജസ്റ്റ് ഒരു ആകെ ഒരു ഡയഗ്രാം പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ തീർന്നു. അത്രയ്ക്ക് സിമ്പിൾ ആണ്. ഏറ്റവും ഈസിയസ്റ്റ് ചാപ്റ്റർ ആണ്, അത്രയ്ക്ക് ഈസി ഡയഗ്രാം ആണ്. അപ്പൊ ഈ ഡയഗ്രാം എന്താണെന്ന് വെച്ചാൽ രണ്ട് സെക്ടേഴ്സ് ഉണ്ട്. രണ്ട് സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം എന്താ ഹൗസ് ഹോൾഡ്സ്, അടുത്ത സെക്ടർ ഫേംസ്. അത് നിങ്ങൾ പഠിച്ചു വെച്ചോ. ഒരു സെക്ടർ ഹൗസ് ഹോൾഡ്സും അടുത്ത സെക്ടർ ഫേംസും ആണ്. ഹൗസ് ഹോൾഡ്സ് ആണ് ഒരു സെക്ടർ. രണ്ടാമത്തെ സെക്ടർ ഏതാന്ന് ഞാൻ പറഞ്ഞേ? പറയൂ ഏതാ? ഫേംസ് ആണ് നമ്മുടെ രണ്ടാമത്തെ സെക്ടർ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ എന്താ പഠിക്കണേ? സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം അല്ലേ? അപ്പൊ ഇൻകം റിലേറ്റഡ് ആണ്. അപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഫേംസ് എന്താ ചെയ്യണേ? ഗുഡ്സ് അല്ലെ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യലാണ് ഫേംസിന്റെ ജോലി. എന്തിനു വേണ്ടി? ആൾക്കാർക്ക് വേണ്ടി. അവർക്ക് ഗുഡ്സും സർവീസും അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കലാണ് ആരുടെ ജോലി? ഫേംസിന്റെ ജോലി. മനസ്സിലായോ? അപ്പൊ ഈ ഫേംസ് വെറുതെ ഒരു ഫേം കിട്ടാ ഗുഡ്സും സർവീസും ഒക്കെ പ്രൊഡ്യൂസ് ആവോ? ഇല്ല. പക്ഷെ ഗുഡ്സും സർവീസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആര് വേണം? നമുക്ക് എംപ്ലോയീസിന് വേണം. അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് നമുക്കൊരു ബിൽഡിംഗ് വേണം, ഒരു ഫാക്ടറി വേണം. മനസ്സിലായ? അല്ലെങ്കിൽ കുറച്ച് ക്യാപിറ്റൽ വേണം, ചെയ്യാൻ ക്യാഷ് വേണം. അപ്പൊ ഇതൊക്കെ ആരുടെ അടുത്ത് ഒബ്റ്റെയിൻ ചെയ്യണേ? ഇപ്പൊ എംപ്ലോയീസ് ആയിക്കോട്ടെ, ചെയ്യാൻ പണിക്കാർ എവിടെ നിന്ന് കിട്ടും? ഹൗസ് ഹോൾഡ്സിൽ നിന്ന്. ഇപ്പൊ ചെയ്യാനുള്ള ക്യാഷ് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫാമിലികൾ ഇങ്ങനെ ഷെയർസ് ഒക്കെ കൂടും. അപ്പൊ അങ്ങനെ ഫണ്ടും എവിടെ നിന്ന് തന്നെ? ക്യാപിറ്റൽ എവിടെ നിന്ന് തന്നെ? ഹൗസ് ഹോൾഡ്സിൽ നിന്ന്. പിന്നെ വേറെ എന്തായിരിക്കും വരുന്നത്? ഓക്കെ, അത് രണ്ടും നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പൊ ഒരു ഫേമിന് ഒരു ഗുഡ് അല്ലെങ്കിൽ സർവീസ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? എംപ്ലോയി വേണം. അപ്പൊ ഈ എംപ്ലോയി വരുന്നത് എവിടുന്നാ? ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്കാണ് എംപ്ലോയി വരുന്നത്. ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്ക് എംപ്ലോയി വന്നു. അപ്പൊ എംപ്ലോയി ഫേമിൽ വന്നാൽ പിന്നെ എന്താ നടക്കണേ? ഫേം ഗുഡും സർവീസും ഉണ്ടാക്കും. അപ്പൊ എംപ്ലോയി ആണ് ഇവിടെ വന്നത്. എംപ്ലോയി വന്നു ഇവിടെ. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? ഗുഡ്സും സർവീസും ഉണ്ടാക്കും. ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ല? ഫസ്റ്റ് സർക്കിൾ മനസ്സിലായല്ല? ഹൗസ് ഹോൾഡിൽ നിന്നും ആര് പോവും? എംപ്ലോയി, അല്ലെങ്കിൽ അതായത് അവിടുത്തെ ഒരാള് പോവും ഫേംസിലേക്ക്. എന്നിട്ട് ഫേംസിൽ ചെന്ന് അവരെന്താ ഉണ്ടാക്കണേ? അവര് ഗുഡ്സും സർവീസസ് ആണ് ഉണ്ടാക്കണേ. അത്രയും ക്ലിയർ ആയില്ലേ? ഇനി എംപ്ലോയി ചുമ്മാ പോകും. ഇപ്പൊ ആരെങ്കിലും നിങ്ങളോട് വന്ന് പറഞ്ഞാ നിങ്ങൾ ചുമ്മാ പോകും. ഇപ്പൊ ഒരു ദിവസം ഒരു ഹെൽപ്പ് ചെയ്യാനൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ പോകും. പക്ഷെ റെഗുലർ ആയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് പോകും? ഇല്ല. അപ്പൊ ഇവർക്ക് എന്ത് കൊടുക്കണം? സാലറി കൊടുക്കണം, വേജസ് കൊടുക്കണം. സാലറിയും വേജസും കൊടുക്കണം. മനസ്സിലായല്ലോ? ഇനി ഇപ്പൊ അത് മാറ്റി വെച്ചേര്. ഗുഡ്സും സർവീസസും ഈ ഫേംസ് എന്നാണ് ഗുഡ്സും സർവീസസും അവർ ഫ്രീ ആയിട്ട് കൊടുക്കും. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അതിൽ ഒരാഴ്ചയൊക്കെ വന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരെണ്ണം ഫ്രീ ആയിട്ടൊക്കെ കൊടുത്തെന്ന് വരും. പക്ഷെ ഇവര് റെഗുലർ ആയിട്ട് കൊടുക്കുമോ? അല്ലെങ്കിൽ ഒരാൾക്കാരെ പിന്നെയും കൊടുക്കുമോ? ഇല്ല. ഗുഡ്സ് ആൻഡ് സർവീസസ് ഇവര് സെയിലാണ് ചെയ്യണേ. ഇവരെന്തിനു വേണ്ടിയാ? ഫണ്ടിന് വേണ്ടി, ക്യാഷ് കിട്ടാൻ വേണ്ടി. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആണ് വരാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഇൻകം ഇതിൽ വന്നത് എങ്ങനെ മനസ്സിലായല്ല? എംപ്ലോയിന് വേജ് കൊടുക്കണം ആൻഡ് ഫേംസിന് എങ്ങനെ ക്യാഷ് കിട്ടണേ? അവരുണ്ടാക്കണം ഗുഡ്സ് ആൻഡ് സർവീസസ് സെയിൽ ചെയ്യുമ്പോഴാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ റൗണ്ട് ക്ലിയർ ആയി. എംപ്ലോയി ഇവിടെ വന്നു, എന്നിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കി. ഇനി ഇവർ ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് വിറ്റെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ വിറ്റൊന്നും വിചാരിക്കണ്ട. അപ്പൊ നമുക്ക് വിറ്റെന്ന് വിചാരിച്ചെടുക്കാം. വിറ്റാൽ ഇവരുടെ അടുത്ത് ക്യാഷ് വരും. ഇവർക്ക് എന്തായാലും എംപ്ലോയിന് സാലറി കൊടുക്കണം. അപ്പൊ എംപ്ലോയിന് സാലറി ഇവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ്. എംപ്ലോയി ഹൗസ് ഹോൾഡിൽ നിന്നല്ലേ വന്നേ? അപ്പൊ സാലറി എങ്ങോട്ടാ പോണേ? ഹൗസ് ഹോൾഡിലേക്കല്ലേ? അതെ. അപ്പൊ ഫേംസിൽ നിന്ന് എന്താ പോയേ? വേജസ് അല്ലെങ്കിൽ സാലറി, അല്ലെങ്കിൽ ഇപ്പൊ അവരുടെ ലാൻഡിലാണ് അവർ പണിയെടുക്കണമെങ്കിൽ റെന്റും ആവാം. മനസ്സിലായല്ലോ?
ഇത് ജസ്റ്റ് ഒരു റഫ് ഡയഗ്രാം ആണ്. നിങ്ങൾ നല്ലൊരു ഡയഗ്രാം കാണിച്ചു പഠിപ്പിച്ചു, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാൻ. ഒന്നും മനസ്സിലാവുണ്ടാവില്ലായിരിക്കും ഡയഗ്രാം കണ്ടാൽ, പക്ഷെ നിങ്ങൾ ജസ്റ്റ് കേട്ടിട്ട് മനസ്സിലാക്കും. അപ്പൊ റെന്റും വേജസ് എവിടെ നിന്ന്? ഫേംസിൽ നിന്നും ഹൗസ് ഹോൾഡിലേക്ക് പോയി. ഈ ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യും? ഇപ്പൊ എംപ്ലോയീസ് എന്ത് ചെയ്യും? അവർക്ക് ജീവിക്കണ്ടേ? അവർക്ക് ജീവിക്കണമെങ്കിൽ കാശ് വേണ്ടേ? അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കണേ. ഇപ്പൊ ഫുഡ് വേണമെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ വേണം. ആ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കിട്ടണമെങ്കിൽ ക്യാഷ് കൊടുക്കണം. അപ്പൊ ഈ ഹൗസ് ഹോൾഡിൽ നിന്നും ക്യാഷ് എങ്ങോട്ട് വേണം? തിരിച്ച് ഫേംസിലേക്ക് വേണം. കാരണം എന്താ? ഫേംസ് അല്ലേ ഈ ഗുഡ്സും സർവീസസ് ഒക്കെ ഉണ്ടാക്കണേ. അപ്പൊ തിരിച്ച് എങ്ങോട്ട് പോകും? ഹൗസ് ഹോൾഡിൽ നിന്നും ഫേംസിലേക്ക് പോവാണ്. കണ്ടോ? ഇപ്പൊ ഇവർക്ക് കിട്ടിയ ആ ഇൻകം ഇതാണ് നമ്മുടെ ഇൻകം. ഈ ഇൻകം ഫേംസിൽ നിന്ന് എങ്ങോട്ടാ പോയെ? ഹൗസ് ഹോൾഡിലേക്ക് പോയി. ഇനി ഹൗസ് ഹോൾഡിൽ നിന്ന് ഇപ്പൊ എങ്ങോട്ടാ പോണേ? ഇപ്പൊ ഫേംസിൽ നിന്നും ഹൗസ് ഹോൾഡിലേക്ക് പോയി. ഹൗസ് ഹോൾഡിൽ നിന്ന് എങ്ങോട്ടാ പോണേ? തിരിച്ച് ഫേംസിലേക്ക് തിരിച്ചു പോയി. കണ്ട ഒരു സർക്കിൾ തന്നെയില്ലേ? ഫേംസ് ഉണ്ടാക്കിയ കാശ് ആ ഹൗസ് ഹോൾഡ്സിലെ ആള് പണിയെടുത്തതിന് അവർക്ക് കൊടുത്ത്. അപ്പൊ പണിയെടുത്ത ആള് അവർക്ക് ജീവിക്കാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ക്യാഷ് അങ്ങോട്ട് തിരിച്ചു കൊടുത്ത് ഫേംസിലേക്ക് തിരിച്ചു വന്നു. ഫേംസ് ആണ് എന്തുണ്ടാക്കണേ? ഈ സാധനങ്ങൾ. അവർക്ക് ചിലപ്പോൾ ഫുഡിന്റെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം ഫേംസ് ആയിരിക്കും. പല ടൈപ്പ് ഫേംസ് ഉണ്ടല്ലോ. ഇതെല്ലാം ഒരു ഫേംസ് എന്നാണ് നമ്മൾ കണക്കാക്കണേ. മനസ്സിലായല്ലോ? ഇപ്പൊ ഇവിടെ ഇൻകത്തിന്റെ ഒരു സർക്കുലർ ഫ്ലോ മനസ്സിലായല്ലോ? അത്രയും മതി. അത്രയും മാത്രം നിങ്ങൾ ക്ലിയർ ആക്കിയാൽ മതി. ഇനി കാണിച്ചുതരാം. ഇനി എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. മാക്രോ ഇക്കണോമിക്സ്. ഇപ്പൊ നിങ്ങൾക്ക് അതൊരു ജസ്റ്റ് ഒരു ക്ലിയർ, ആ ഒരു ഡയഗ്രാം ജസ്റ്റ് ഒരു ക്ലിയർ ആയില്ലേ? അവിടെ ഇരിക്കട്ടെ. ആ ഡയഗ്രാം കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഡയഗ്രത്തിലേക്ക് നമ്മൾ ഇനിയും വരും. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ പഠിക്കാനുള്ളത് മാക്രോ ഇക്കണോമിക്സ്. ഇത് ഒട്ടും പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ചിലപ്പോൾ ചോദിക്കാം. കാരണം NCERT അല്ലെ CBSE വരെ സിലബസ് തന്നേക്കുന്ന സാധനമാണ്, നമുക്ക് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. മാക്രോ ഇക്കണോമിക്സ് എന്താണ്? അപ്പൊ നിങ്ങൾ +1 തന്നെ പഠിച്ചിട്ടുണ്ടാവും മൈക്രോ ഇക്കണോമിക്സ് എന്താണ്. മൈക്രോ ഇക്കണോമിക്സിന്റെ ഡെഫിനിഷൻ ഓർക്കണ്ടോ? ഒന്ന് ആലോചിക്കേ. ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് ആൻ എക്കണോമി. ഒരു ഇക്കണോമിയിലുള്ള ഇൻഡിവിജ്വൽ യൂണിറ്റ്സിന്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്യലാണ് എന്ത്? മൈക്രോ ഇക്കണോമിക്സ്. മനസ്സിലായല്ല? അപ്പം ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ സ്റ്റഡി ചെയ്യുന്ന മൈക്രോ എന്താ? ചെറുത്, അല്ലെങ്കിൽ ഭയങ്കര കുഞ്ഞത്. അപ്പൊ മൈക്രോ ഇക്കണോമിക്സ് എന്താണ്? ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനാണ് പഠിക്കണേ എന്ത്? ബിഹേവിയർ. അപ്പൊ പിന്നെ മാക്രോ ഇക്കണോമിക്സ് എന്തായിരിക്കും ചെയ്യണേ? ആസ് എ ലാർജ് അല്ലെങ്കിൽ ആസ് എ ഹോൾ. മനസ്സിലായല്ല? ഒരു കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുകയാണ്. മൈക്രോ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു പാർട്ട് പഠിക്കുള്ളൂ, പക്ഷെ മാക്രോ എന്ത് ചെയ്യും? ഫുള്ള് പഠിക്കും. അത് തന്നെയാണ് ഇവിടെ. മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം. ഇനി മാക്രോ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഇസ് കൺസേൺ ദ സ്റ്റഡി ഓഫ് പ്രോബ്ലംസ് ഓഫ് ദ ഇക്കണോമിക്. ലൈക്ക് ഇക്കണോമിയില ഒരു കംപ്ലീറ്റ് ഇക്കണോമി, അവിടുത്തെ ഒരു കംപ്ലീറ്റ് ഇക്കണോമിയുടെ പ്രോബ്ലംസ് പഠിക്കലാണ് എന്ത്? മാക്രോ ഇക്കണോമിക്സ് ചെയ്യുന്നത്. ഇത് എങ്ങനത്തെ പ്രോബ്ലംസ് ആയിരിക്കും? ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെന്റ്, പോവേർട്ടി, ഇതൊക്കെ ആയിരിക്കും ഒരു കംപ്ലീറ്റ് ഇക്കണോമിയുടെ പ്രോബ്ലംസ്. ഇതെല്ലാം പഠിക്കുന്നവരാ മാക്രോ ഇക്കണോമിക്സ്. പക്ഷെ മൈക്രോ ഇക്കണോമിക്സ് പഠിക്കോ? ഇല്ല. കാരണം ഇവർ ലാർജ് ആയിട്ടല്ലേ, ഇവർ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനാണ് പഠിക്കണേ. ഇനി ഈ കുറച്ച് ചിലപ്പോൾ 1 വെച്ചിട്ട് വരാം, ചിലപ്പോൾ വരാമില്ല. The term macro has been derived from the Greek word macros, which means large. അപ്പൊ മാക്രോ എക്കണോമിക്സിന്റെ ആ മാക്രോ എന്ന ടേം വന്നത് എവിടെ നിന്നാണ്? ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അതിന്റെ മീനിങ് അത് എന്ത് വേർഡാണ്? മാക്രോസ്. അതിൽ നിന്നാണ് എന്ത്? മാക്രോ എന്ന ടേം വന്നത്. അതിന്റെ മീനിങ് എന്താ? ലാർജ്. ഇത്രേ ഉള്ളൂ നമുക്ക്. ഇനി മാക്രോ എക്കണോമിക്സ് ഇസ് ദാറ്റ് പാർട്ട് ഓഫ് എക്കണോമിക് തിയറി വിച്ച് സ്റ്റഡീസ് ദ ബിഹേവിയർ ഓഫ് അഗ്രിഗേറ്റ്സ് ഓഫ് ദ എക്കണോമി ആസ് എ ഹോൾ. ഇക്കണോമിയിലുള്ള എല്ലാ യൂണിറ്റ്സിനെയും ഒരുമിച്ച് പഠിക്കലാണ് എന്ത്? മാക്രോ എക്കണോമിക്സ് ചെയ്യാറ്. എക്സാമ്പിൾ നാഷണൽ ഇൻകം. ഇപ്പൊ മൈക്രോ എക്കണോമിക്സ് ചിലപ്പോൾ എടുക്കുന്നത് എന്താ? ഒരു ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡിൽ ഇൻകം ഇരിക്കും. പക്ഷെ നമ്മുടെ മാക്രോ എക്കണോമിക്സ് എടുക്കുന്നത് നാഷണൽ ഇൻകം, ഒരു നേഷനിലുള്ള എല്ലാവരുടെയും ഇൻകം എടുക്കണേ. ഇതിൽ തന്നെ മനസ്സിലായില്ലേ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സിന്റെ ഡിഫറൻസ് എന്താന്ന്? അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. വരൂല, എന്നാലും വന്നാലും വിട്ടുകളയരുത്. ഇനി സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിന്റെ ഡയഗ്രാം നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു ഡയഗ്രാം കാണിച്ചുതരാം. ഇതാണ് ഞാൻ കാണിച്ചുതരാന്ന് പറഞ്ഞത്. ഇതാണ് കുറച്ചും ക്ലിയർ ഡയഗ്രാം. ഭയങ്കര നല്ല രസമുള്ള ഡയഗ്രാം അല്ലേ? ഭയങ്കര ഈസിയാണ്. ഞാൻ ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ഫേംസിന് സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ആൾക്കാർ അല്ലെങ്കിൽ ക്യാപിറ്റൽ വേണം, അല്ലെങ്കിൽ എന്ത് വേണം? ലാൻഡ് വേണം, അവർക്ക് ഒരു ബിൽഡിംഗ് ഒക്കെ വെക്കണമെങ്കിൽ. അപ്പൊ ഹൗസ് ഹോൾഡിൽ നിന്ന് എന്ത് പോകും? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രൈസ്, ഇതെല്ലാം ഹൗസ് ഹോൾഡിൽ നിന്നും ഫേംസിലേക്ക് പോകും. ഇത് ഫ്രീ ആയിട്ടാണോ പോണേ? അല്ല. അതിപ്പോ മാറ്റി വെക്കാം. നമ്മുടെ ഫസ്റ്റ് റൗണ്ട് എന്താ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇതിനൊക്കെ എന്താ പറയണേ? ഫാക്ടർ സർവീസസ്. ഫാക്ടർ സർവീസസിനെയാണ് ഈ ഫാക്ടർ സർവീസ് എന്താ? ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ പണി എടുക്കണതിനാണ് ഫാക്ടർ എന്ന് പറയണേ. ഫാക്ടർ ഇൻകം എന്ന് വെച്ചാൽ എന്താ? ഞാൻ ഇപ്പൊ ഒരു പണി ചെയ്തിട്ട് എനിക്ക് ക്യാഷ് കിട്ടണമെങ്കിൽ അതിനാണ് ഫാക്ടർ ഇൻകം എന്ന് പറയണേ. ഇനി ഇതിന്റെ ഡിഫറൻസ് നമുക്ക് ഇതിന്റെ തൊട്ട് മുകളിൽ പഠിക്കാനുണ്ട്. ഇപ്പൊ പഠിക്കാൻ ചെറുതായിട്ട് പറയുമ്പോൾ ട്രാൻസ്ഫർ ഇൻകം എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടല്. ഫാക്ടർ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൊരു പണി ചെയ്തിട്ട് കിട്ടല്. അപ്പൊ ഹൗസ് ഹോൾഡിൽ നിന്നും ഫാക്ടർ സർവീസസ് ഫേംസിലേക്ക് പോയി. ഫേംസ് അതുകൊണ്ട് വെറുതെ കണ്ടിങ്ങനെ നിൽക്കുവോ?
ഇല്ലല്ലോ. അവരെന്തെങ്കിലും ഗുഡ് അല്ലെ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യൂലേ. അതാണ് അവരുടെ ഒബ്ജക്റ്റീവ്, അതാണ് അവരുടെ പണി, അതിനു വേണ്ടിയാണ് അവരുള്ളത്. അപ്പൊ അവരെന്താ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവർക്ക് എന്തായാലും ക്യാഷ് കിട്ടും. ഈ ക്യാഷ് ഇവർക്ക് സ്വന്തം ഫുൾ വെക്കാൻ പറ്റുമോ? ഇല്ല. ഇവർക്ക് വേണ്ടി പണിയെടുക്കണവർക്ക് കൊടുക്കണ്ടേ, അല്ലേ? അപ്പൊ എന്താ ഫാക്ടർ പേയ്മെന്റ്സ് ആയിട്ട് ഹൗസ് ഹോൾഡ്സിലേക്ക് പോകും. ഇതെങ്ങനെ ഹൗസ് ഹോൾഡ്സിലേക്ക് പോകണേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനിപ്പോ എന്നെ ഒരു കമ്പനി ജോലിക്കെടുത്ത് എനിക്ക് ഞാൻ ഫ്രീ ആയിട്ട് പോയില്ല. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഫ്രീ ആയിട്ട് പോയെന്ന് വരും, അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ. പക്ഷെ റെഗുലർ ആയിട്ട് പോവില്ല. പക്ഷെ റെഗുലർ ആയിട്ട് പോകണമെങ്കിൽ അവരെനിക്ക് സാലറി വേണം. അപ്പൊ ഈ തരുന്നതിനാണ് ഫാക്ടർ പേയ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് തരുന്ന പേയ്മെന്റിനാണ് ഫാക്ടർ പേയ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫാക്ടർ പേയ്മെന്റ്സ് എന്തായിരിക്കും? റെന്റ് ആവാം, വേജസ് ആവാം, ഇൻട്രസ്റ്റ് ആവാം, പ്രോഫിറ്റ് ആവാം. റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് അതൊന്നും ബന്ധുവില്ലാതെ, അല്ലേ? റെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ആ ഒരു ഫേം ചിലപ്പോൾ നിങ്ങളുടെ ലാൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിൽഡിങ്ങിലായിരിക്കും വർക്ക് ചെയ്യണേ. അപ്പൊ അതിന്റെ റെന്റ് നിങ്ങൾക്ക് കിട്ടും. ഏത് ഹൗസ് ഹോൾഡ്സിന് കിട്ടും. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സ്വന്തം ആ ഫേമിൽ വർക്ക് ചെയ്യായിരിക്കും. അപ്പൊ അതിന്റെ സാലറി നമുക്ക് കിട്ടും. സാലറിനാണ് വേജസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് ഇതിലെങ്ങനെ ഇൻട്രസ്റ്റ്? ഈ ഫേംസിന് വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് ക്യാപിറ്റൽ വേണ്ടേ? ഒരിക്കലും ഒരു ഫേമിന് ക്യാപിറ്റൽ ഇല്ലാണ്ട് ഒരു ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റുമോ? മുന്നോട്ട് പോയാലോ, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? എല്ലാ വീഡിയോയിലും ഒരാശെങ്കിലും പെരുവിയും. ഓക്കെ, അപ്പൊ അവർക്ക് ഫണ്ട് ഇല്ലാണ്ട് അവർക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇവർ ഈ ഫണ്ട് എവിടെ നിന്നാ ഒബ്റ്റെയിൻ ചെയ്യണേ? ഷെയറുകളുമായിട്ട് ഹൗസ് ഹോൾഡ്സിൽ നിന്നൊക്കെ ക്യാഷ് ഒബ്റ്റെയിൻ ചെയ്യും. ആ ഒബ്റ്റെയിൻ ചെയ്യണ ക്യാഷിന് ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? അല്ലാണ്ട് ചുമ്മാ എന്നാളെ 1,00,000 രൂപ പിടിച്ചോ, നീ എനിക്കൊന്നും തരണ്ട, നീ കുറച്ച് കഴിഞ്ഞിട്ട് ക്യാഷ് അവിടെ തന്നാൽ മതി എന്ന് പറയാൻ ആരുമല്ലോ ഇല്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ 1,00,000 കൊടുക്കുകയാണെങ്കിൽ ഒരു 1,50 ആയിട്ട് തിരിച്ചു തരാൻ പറയും. അങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫേംസ് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. അവർക്ക് കൊടുക്കുന്ന ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. പിന്നെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് അവർക്ക് ഫണ്ട് ഒക്കെ കൊടുക്കുമ്പോഴാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. ഈ പ്രോഫിറ്റ് നമ്മ അവരുടെ ഷെയർ ഹോൾഡറായി. ഇപ്പൊ നമ്മള് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഹൗസ് ഹോൾഡിലുള്ള ആളുടെ ആയിരിക്കും ആ ഒരു ഹൗസ് ഹോൾഡിലുള്ള ആളായിരിക്കും ഫേം നടത്തുന്നത്. അങ്ങനെ അപ്പൊ അയാൾക്ക് കിട്ടുന്ന ക്യാഷ് പ്രോഫിറ്റ് ആയിട്ടും ഹൗസ് ഹോൾഡിലേക്ക് എത്തും. അല്ലെങ്കിൽ അതിൽ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. ഷെയർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് ആണോ കൊടുക്കണേ? അല്ല, ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് കൊടുക്കണേ. ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഈ മണി ലെൻഡേഴ്സിന്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഫണ്ട് വേണം, അതിനുവേണ്ടി മണി ലെൻഡേഴ്സിന്റെ അടുത്തൊക്കെ കിട്ടും. അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. പിന്നെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് കയറുന്നവർക്ക് പ്രോഫിറ്റ് കൊടുക്കണം. സിമ്പിൾ ആയില്ലേ? ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ ഫേംസിൽ നിന്ന് ഫാക്ടർ പേയ്മെന്റ് ആയിട്ട് ഹൗസ് ഹോൾഡ്സിലേക്ക് പോയി. ഇനി ഹൗസ് ഹോൾഡ്സ് ഈ കിട്ടുന്ന ക്യാഷ് വെറുതെ വെക്കൂ? അവർക്ക് ജീവിക്കണ്ടേ? അവർക്ക് ജീവിക്കണേ ക്യാഷ് വേണ്ടേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചേക്കേ. നിങ്ങൾക്ക് ഒരു ദിവസമൊക്കെ ക്യാഷ് ഇല്ലാണ്ട് ഇങ്ങനെ വെറുതെ എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും. പക്ഷെ 2ാമത്തെ ദിവസം അല്ലെങ്കിൽ 3ാമത്തെ ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് ഫുഡ് ഇത്ര ദിവസം പട്ടിണി കിടന്നാലും 3ാമത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയാലും ഫുഡ് വേണ്ടേ? ഫുഡ് നമുക്ക് ഏതെങ്കിലും കടയിൽ ചെന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടൂല്ല. നമുക്ക് ക്യാഷ് കൊടുക്കണം. ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ എന്തായാലും ക്യാഷ് വേണം. അപ്പൊ ഈ കിട്ടുന്ന ഈ ഫാക്ടർ ഇൻകം കിട്ടുന്നത് ഇവർക്ക് ഫേംസിന് ഫാക്ടർ പേയ്മെന്റ്, ഫേംസിന് അത് കൊടുക്കുകയാണ്. പക്ഷെ എംപ്ലോയീസിന് ഫാക്ടർ ഇൻകം ആണ്, അവർക്ക് അത് കിട്ടുകയാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഈ കിട്ടുന്ന കാശ് അവരെന്താ ചെയ്യണേ? അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വാങ്ങിക്കുകയാണ് ആ കാശ് കൊണ്ട്. അപ്പൊ ആ ക്യാഷ് എങ്ങോട്ട് പോയി? നമ്മൾ ഹൗസ് ഹോൾഡ്സിൽ നിന്നും തിരിച്ച് ഫേംസിലേക്ക് വരും. അതങ്ങനെ തിരിച്ച് ഫേംസിലേക്ക് തന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് ആരാ പ്രൊഡ്യൂസ് ചെയ്യണേ? ഫേംസ് അല്ലേ. ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിക്കാനായിട്ട് അപ്പൊ ക്യാഷ് ആർക്ക് കൊടുക്കണേ? ഫേംസിന്. സിമ്പിൾ അല്ലേ? ക്ലിയർ? അപ്പൊ ഇനി ജസ്റ്റ് ഒരു റൗണ്ട് ഇടും, ലാസ്റ്റ് റൗണ്ട്. ഇനി അത് പിന്നെയും പറയൂല. ലാസ്റ്റ് റൗണ്ട് ഹൗസ് ഹോൾഡ്സിൽ നിന്ന് ലാൻഡ്, ലേബർ, അതായത് ഫാക്ടർ സർവീസസ് ഫേംസിലേക്ക് പോയി. ഈ ഫാക്ടർ സർവീസസ് കൊണ്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ ഉണ്ടാക്കും. ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കിയിട്ട് എന്താ ചെയ്യണേ? ആ ഗുഡ്സ് ആൻഡ് സർവീസസിൽ എന്താ ചെയ്യണേ? അത് വിൽക്കുമ്പോ ഫേംസിന് ക്യാഷ് കിട്ടും. ആ ക്യാഷ് എന്താ ചെയ്യണേ? ഈ എംപ്ലോയീസിനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കും, അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ ഫേംസ് ഫാക്ടർ പേയ്മെന്റ്സ് നടത്തും. അവർക്ക് കൊടുക്കാനുള്ള ക്യാഷുകൾ കൊടുക്കും. ആ കൊടുക്കുന്ന ആർക്ക് കിട്ടണേ? ഹൗസ് ഹോൾഡ്സിന്. മനസ്സിലായല്ലോ? ഹൗസ് ഹോൾഡ്സിനാണ് പണിക്കാരൊക്കെ ഉള്ളത്. അപ്പൊ അവർക്ക് തിരിച്ചു കിട്ടും. ആ കിട്ടുന്ന ആ പണിക്കാരെന്താ? അവരൊരിക്കലും കയ്യിൽ വെക്കൂല. അവർക്ക് ജീവിക്കാൻ ക്യാഷ് വേണ്ടേ? ഈ ഫുഡ് കഴിക്കണേ ക്യാഷ് വേണ്ടേ? അപ്പൊ ക്യാഷ് എങ്ങോട്ട് പോകും? തിരിച്ച് ഫേംസിലേക്ക് പോകും. എങ്ങനെ തിരിച്ച് ഫേംസിലേക്ക് പോകണേ? ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ആരുണ്ടാക്കണേ? ഫേംസ് അല്ലേ. അപ്പൊ പിന്നെ ക്യാഷ് തിരിച്ച് ആർക്കാ പോണേ? ക്യാഷ് തിരിച്ച് ആർക്കാ പോണേ? ഫേംസിലേക്കല്ലേ. ഇവിടെ സർക്കുലർ ഫ്ലോയിൽ നടക്കണേ. ഈ ഒരു ചാപ്റ്ററിൽ ഇത് മാത്രം പഠിക്കാനുള്ളൂ. ഒരു സർക്കിൾ നടക്കണേ ഇൻകം ഫേംസിന് കിട്ടണ ഇൻകം,
അത് പേയ്മെന്റ്സ് ആയിട്ട് ആർക്കുമാണ്? ഹൗസ് ഹോൾഡ്സിന് പോകണം. ഹൗസ് ഹോൾഡ്സിന് കിട്ടണ ഇൻകം പേയ്മെന്റ്സ് ആയിട്ട് ആർക്കുമാണ്? ഫേംസിന് പോകണം. എന്തൊരു ഈസിയാ, സിമ്പിൾ അല്ലേ? ഇനി കുറച്ച് തിയറീസ് മാത്രം പഠിക്കാനുള്ളൂ. അപ്പൊ ആ ഒരു പാർട്ട് ക്ലിയർ ആയി അല്ലേ? കമന്റ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായാലും മനസ്സിലായില്ലേലും കമന്റ് ചെയ്യണം കേട്ടോ, എന്നാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിന് കുറച്ച് സ്റ്റേജസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് തിയറി നോക്കാം. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്താ? ഇറ്റ് റെഫേഴ്സ് ടു സൈക്കിൾ ഓഫ് ജനറേഷൻ ഓഫ് ഇൻകം ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്താ സൈക്കിൾ ഓഫ് ജനറേഷൻ ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു സൈക്കിളിനെയാണ് എന്ത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. Its distribution among the factors of production and finally its circulation from household to firm in the form of consumption expenditure on goods and services by them. മനസ്സിലായോ? ഇല്ലല്ല. സർക്കുലർ ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയഗ്രത്തിൽ പറഞ്ഞതല്ല, എന്താ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഫണ്ട് ഉണ്ടാക്കല്, ജനറേറ്റ് ചെയ്യലും, പിന്നെ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, എന്ത് വർക്കേഴ്സിന് ക്യാഷ് കൊടുക്കലും, ആൻഡ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് ക്യാഷ് കൊടുക്കലും, ഫൈനലി സർക്കുലേഷൻ ഫ്രം, എന്നിട്ട് വർക്കേഴ്സിന് കിട്ടുന്ന കാശ് തിരിച്ച് ഫേംസിലേക്ക് വരും. എങ്ങനെ? കൺസംഷൻ എക്സ്പെൻഡിച്ചർ, കൺസ്യൂം ചെയ്യാനായിട്ട് എക്സ്പെൻഡിച്ചർ നടക്കൂലേ, അതിനാണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അങ്ങനെ തിരിച്ച് ക്യാഷ് ഇങ്ങോട്ട് വരും, ഫേംസിലേക്ക് വരും. അതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഈ ഒരു ഇത്രയുള്ള ചെറിയൊരു തിയറി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, നിങ്ങൾ പഠിക്കണ്ട, അത്രയ്ക്ക് സിമ്പിൾ സാധനമാണ്. ജസ്റ്റ് ഒന്ന് ആദ്യം ആ ഡയഗ്രാം മനസ്സിലാക്കുക, എന്നിട്ട് സ്വന്തം ആ ഡയഗ്രാം നോക്കിയിട്ട് സ്വന്തം ഇങ്ങനെ എഴുതി നോക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തിയറി കിട്ടും. ആ തിയറി ഇത് മാച്ച് ആയിരിക്കും, ഉറപ്പാണ്. ഇനി സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഒറ്റൊരു സ്റ്റേജ് ആണ്, അല്ല 3 സ്റ്റേജസ് ഉണ്ട് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിന്. ഫസ്റ്റ് ഫേസ് ആണ് ജനറേഷൻ ഫേസ്. ജനറേഷൻ എന്ന് വെച്ചാൽ ജനറേഷൻ എന്ന് വെച്ചാൽ തലമുറ അല്ല. ജനറേഷൻ എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് ഉണ്ടാക്കല്. ഇൻ ദിസ് ഫേസ് ഫേംസ് പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫാക്ടർ സർവീസസ്. കണ്ട, ഫാക്ടർ സർവീസസ്, അതായത് ലേബറിനെയൊക്കെ യൂസ് ചെയ്തിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റേജ്. അതിനാണ് എന്താ പറയുക? ജനറേഷൻ സ്റ്റേജ്, ജനറേഷൻ ഫേസ്. മനസ്സിലായല്ലേ? ജനറേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ ഉണ്ടാക്കണം. എങ്ങനെ? ഫാക്ടർ സർവീസസ് യൂസ് ചെയ്തിട്ട്. അതിനാണ് ജനറേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഗുഡ്സ് ഉണ്ടാക്കി ഗുഡ്സ് വിൽക്കുമ്പോൾ കാശ് വരൂലേ, ആ ക്യാഷ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ആൾക്കാരെ കിട്ടില്ലല്ലോ, പണി കിട്ടില്ല. അപ്പൊ ദിസ് ഫേസ് ഇൻവോൾവ്സ് എ ഫ്ലോ ഓഫ് ഫാക്ടർ ഇൻകം ഫ്രം ഫേംസ് ടു ഹൗസ് ഹോൾഡ്സ്. അപ്പൊ ഫേംസിൽ നിന്ന് ഹൗസ് ഹോൾഡ്സിലേക്ക് എന്ത് വരെയാണ്? ഫാക്ടർ ഇൻകം വരെയാണ്. അപ്പൊ ഇവിടെ എന്താ ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആണ് നടക്കണേ. കിട്ടണ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. മനസ്സിലായി? ആർക്ക് കിട്ടണ ഇൻകം? ഫേംസ് കിട്ടണ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എങ്ങനെ? എംപ്ലോയീസിന് സാലറീസ് ഒക്കെ ആയിട്ട് കൊടുക്കണേ, ഞാൻ പറയൂല. ഇനി ഡിസ്പോസിഷൻ ഫേസ് എന്ന് വെച്ചാൽ ഇൻ ദിസ് ഫേസ് ദ ഇൻകം റിസീവ്ഡ് ബൈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സ്പെൻഡ് ഓൺ ദ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ബൈ ദം. അപ്പം ഈ ഹൗസ് ഹോൾഡ്സിന് കിട്ടുന്ന ക്യാഷ് അവര് ചുമ്മാ വെക്കോ? ഇല്ല, അവർക്ക് ജീവിക്കാൻ വേണ്ടി സാധനം വാങ്ങിക്കാനായിട്ട് ഇത് സ്പെൻഡ് ചെയ്യും. അതിനെയാണ് ഡിസ്പോസിഷൻ ഫേസ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ക്ലിയർ ആയില്ലേ? ആ ഒരു ഡയഗ്രാം പഠിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇത് മനസ്സിലാവുന്ന ഇല്ല. പക്ഷെ ആ ഡയഗ്രാം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇവ ജസ്റ്റ് ഒന്ന് ഒരു കൺസെപ്റ്റ് കിട്ടിയില്ലേ? ഇനി നിങ്ങൾ സ്വന്തം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം കിട്ടും അല്ലേ? In this way, income generated in production units reaches back to the production units and makes circular flow complete. ഇത് ആവശ്യമില്ല, എന്നാലും വേണമെങ്കിൽ എഴുതിയാൽ ഒരു ബിൽഡപ്പ് ആണ്. അതിൽ എന്താ പറയണതെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിൽ കൂടെ ജനറേറ്റ് ചെയ്ത ഇൻകം തിരിച്ച് ആർക്ക് തന്നെ വരും? ഫേംസിലേക്ക് തന്നെ വരുമെന്ന്. ഇനി സ്റ്റോക്ക് ആൻഡ് ഫ്ലോ. ഇത് ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾ വരുമെന്ന് വിചാരിക്കും. പക്ഷേ ബോർഡ് എക്സാമിനൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും. ബോർഡ് എക്സാമിന് എനിക്ക് വന്നാറുണ്ട്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുമ്പോൾ ഓക്കെ ഈ ക്വസ്റ്റ്യൻ കാണാം. എന്റെ ബോർഡ് എക്സാമിനൊന്ന് ഞാൻ കറക്റ്റ് ആക്കുകയും ചെയ്തതാണ്. ഇനി സ്റ്റോക്ക് ആൻഡ് ഫ്ലോ ഭയങ്കര ഈസിയാണ്. നമ്മൾ മണി ആൻഡ് ബാങ്കിങ് തന്നെ ഇന്നലെ നമ്മൾ സ്റ്റോക്ക് എന്നാണ് പഠിച്ചാറുണ്ട്. പക്ഷെ അത് പോട്ടെ, നമ്മൾ ഇന്ന് പിന്നെ പഠിക്കും. സ്റ്റോക്ക് എന്ന് വെച്ചാൽ സ്റ്റോക്ക് വേരിയബിൾ റെഫേഴ്സ് ടു ദാറ്റ് വേരിയബിൾ വിച്ച് ഇസ് മെഷേർഡ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ ഓർത്താൽ മതി. ഒരു ഗോഡൗൺ, ആ ഗോഡൗണിൽ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു ഗോഡൗണിൽ അറ്റ് എ പെർട്ടിക്കുലർ ടൈം, ഒരു സമയത്ത് ആ ഗോഡൗണിലുള്ള ഒരു സ്റ്റോക്കിനെ അല്ലെങ്കിൽ ഗുഡ്സ് എന്തോരം ഉണ്ട് അതിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു ഗൈഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഒരു ഗോഡൗൺ എടുത്ത് അവിടെ ഫുൾ ഗൈഡ് വെച്ച്. അപ്പൊ ഇവിടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടൈം, ഇപ്പൊ ഇന്ന് ജൂലൈ 3rd ആണെന്ന് വിചാരിച്ചോ, 30th ജൂലൈയിൽ എന്റെ ഗോഡൗണിൽ എത്ര ബുക്സ് ഉണ്ടെന്ന് പറയുന്നതിനാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. Stock variable refers to that variable which is measured at a particular point of time. ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ മെഷർ ചെയ്യണ ആ ഒരു വേരിയബിളിനെയാണ് സ്റ്റോക്ക് വേരിയബിൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? എക്സാമ്പിൾ, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഇൻ ഗോ ഡൗൺ ഓൺ 30th February. ഫെബ്രുവരി 30th നമ്മുടെ ഗോഡൗണിലുള്ള സ്റ്റോക്ക് എന്തോരാണെന്ന് അതിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫെബ്രുവരി 30th നമ്മുടെ ഗോഡൗണിലുള്ള ഗുഡ്സ് എന്തോരമാണ് അതിനാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ടൈം. ഇപ്പൊ പറയാണ്
ഓവർ എന്റെ ഗോഡൌണില് ഒരു മാസം മൊത്തം ഉണ്ടായിരുന്ന സ്റ്റോക്ക് എത്രയെന്ന് ചോദിക്കുമ്പോ അതൊരു സ്റ്റോക്ക് കൺസെപ്റ്റ് ആവും. അല്ലെങ്കിൽ ഒരു മാസം മൊത്തം ഉണ്ടായ ഗുഡ്സ് എത്രയെന്ന് ചോദിക്കുമ്പോ ഒരു സ്റ്റോക്ക് കൺസെപ്റ്റ് ആവോ? ഒരു മാസം എന്ന് പറയുമ്പോ അങ്ങനെ വരൂല. ഇവിടെ ഒരു പെർട്ടിക്കുലർ ഡേ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടൈം, ചിലപ്പോ 3:59 ഉണ്ടാവുന്ന സ്റ്റോക്ക് എന്തോരമാണ്, അല്ലെങ്കിൽ 5:06 എത്ര സ്റ്റോക്ക് ഉണ്ടാവണേ, അല്ലെങ്കിൽ 6:07 എത്ര സ്റ്റോക്ക് ഉണ്ടാവണേ, അങ്ങനെ പറയുമ്പോഴാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. എത്ര ഗുഡ്സ് എന്ന് പറയുമ്പോൾ മീൻസ് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എന്ന് പറയുമ്പോഴാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ ഒന്ന് റിവൈസ് പഠിച്ചേ. സ്റ്റോക്ക് വേരിയബിൾ എന്താ? സ്റ്റോക്ക് വേരിയബിൾ റെഫേഴ്സ് ടു ദാറ്റ് വേരിയബിൾ വിച്ച് ഇസ് മെഷേർഡ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. കിട്ടിയില്ലേ? കിട്ടി. ഇനി എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു എക്സാമ്പിൾ വരണം. ഇനി ഫ്ലോ. സ്റ്റോക്ക് അതാണെങ്കിൽ ഫ്ലോ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കൂലേ? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഫ്ലോ വേരിയബിൾ റെഫേഴ്സ് ടു ദാറ്റ് വേരിയബിൾ വിച്ച് ഇസ് മെഷേർഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഒരു മാസം എന്റെ ഗോഡൌൺ ഉണ്ടായ ഗുഡ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോ, എന്തോരമാണെന്ന് ചോദിക്കുമ്പോ അവിടെ നമുക്ക് സ്റ്റോക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വേരിയബിൾ. വേരിയബിൾ അല്ല, ഫ്ലോ വേരിയബിൾ. സോറി, ഒരു സ്പിരിറ്റ് വന്നപ്പോ ഫ്ലോ വേരിയബിൾ ആണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഫ്ലോ വേരിയബിൾ റെഫേഴ്സ് ടു ദാറ്റ് വേരിയബിൾ വിച്ച് ഇസ് മെഷേർഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഉള്ള വേരിയബിൾ ഉള്ള സ്റ്റോക്ക് ഉള്ള ഗുഡ്സിനെയാണ് എന്ത് പറയണേ? ഫ്ലോ വേരിയബിൾ എന്ന് പറയുന്നത്. എന്താ? ഓവർ എ പീരീഡ്. ഫ്ലോ വേരിയബിൾ റെഫേഴ്സ് ടു ദാറ്റ് വേരിയബിൾ. എന്ത് സ്റ്റോക്ക് വേരിയബിൾ ആയാലും ഫ്ലോ വേരിയബിൾ ആയാലും സ്റ്റാർട്ടിങ് സെയിം ആണ്. എന്ത്? ഫ്ലോ വേരിയബിൾ റെഫേഴ്സ് ടു ദാറ്റ് വേരിയബിൾ വിച്ച് ഇസ് മെഷേർഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. സ്റ്റോക്ക് ആണെങ്കിലോ വിച്ച് ഇസ് മെഷേർഡ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. ഫ്ലോ ആണെങ്കിൽ വിച്ച് ഇസ് മെഷേർഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. മനസ്സിലായില്ലേ? ഇനി ഒരു എക്സാമ്പിൾ ഉണ്ട്. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഡ്യൂറിങ് ദ മന്ത് ഓഫ് ജാനുവരി. ജാനുവരിയിൽ എന്റെ ഗോഡൌണിൽ എന്തോരം ഗുഡ്സ് ഉണ്ടായി, അല്ലെങ്കിൽ എന്റെ ഫാക്ടറിയിൽ ജാനുവരിയിൽ എന്തോരം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത്, അതൊക്കെ നോക്കുമ്പോ വേരിയബിൾ അത് എന്താ? ഫ്ലോ വേരിയബിൾ ആണ്. ഇനി 3 o'clock എന്റെ ഫാക്ടറിയിൽ എന്തോരം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തെന്ന് നോക്കും, മഴ തന്നെ നൊടി. ഒരു എക്സാമ്പിൾ കൂടി ഉണ്ട്. ബർത്ത് റേറ്റ് ഇൻ ദി ഇയർ 2002. ബർത്ത് റേറ്റ് ഇൻ ദി ഇയർ 2002 എന്ന് പറഞ്ഞാൽ 2002 മൊത്തം എന്തോരം ബർത്ത് റേറ്റ് ഉണ്ടായിരുന്നു. അത് അങ്ങനെ വരുമ്പോൾ എന്താ? ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണ്. അപ്പൊ അത് ഫ്ലോ വേരിയബിൾ ആണ്. ക്ലിയർ ആയില്ലേ? സ്റ്റോക്കും ഫ്ലോയും കംപ്ലീറ്റ് ആയാൽ ക്ലിയർ ആയില്ലേ? സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഉണ്ടാവുന്നതും, ആൻഡ് ഫ്ലോ എന്ന് പറയുമ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ മെഷർ ചെയ്യണതിനാണ് എന്ത് പറയണേ? ഫ്ലോ എന്ന് പറയണേ. സ്റ്റോക്ക് ആണെങ്കിൽ ഓവർ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. ഇനി അതിനെ പറ്റി പറയൂല കേട്ടോ. ഇനി ടൈപ്സ് ഓഫ് സർക്കുലർ ഫ്ലോ. നമ്മളിപ്പോ ടൈപ്സ് ഓഫ് സർക്കുലർ ഫ്ലോ നമ്മ ഇത്രയും എന്താണ് സർക്കുലർ ഫ്ലോ എന്നല്ല പഠിച്ചു. ഇനി ഇതിൽ ടൈപ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. നമ്മ ഈ ഡയഗ്രാം വെച്ചല്ലേ പഠിച്ചേ? ഞാൻ ഈ ഡയഗ്രാം വെച്ച് തന്നെ പഠിപ്പിച്ചു തരാം. നമുക്ക് ഈ ഡയഗ്രാം വെച്ച് തന്നെ അതും പഠിക്കാം. ഓക്കെ, ഇത് നോക്കിയേ. ഫാക്ടർ സർവീസസ് ഫേംസിലേക്ക് പോവുകയാണ്. ഫേംസിൽ നിന്നും ഗുഡ്സ് സർവീസസും പോവുകയാണ്. ഇവിടെ ക്യാഷ് മൂവ്മെന്റ് ഉണ്ടോ? ക്യാഷ് മൂവ്മെന്റ് ഉണ്ടോ? ഇല്ലല്ലോ. ക്യാഷ് മൂവ്മെന്റ് വരുന്നത് അടുത്ത റൗണ്ടിലാണ്. അത് നമ്മളിപ്പോ മാറ്റി വെക്കാം. ഇവിടെ ഫസ്റ്റ് റൗണ്ടില് ഈ ഒരു റൗണ്ട് ഫാക്ടർ സർവീസസ് പോവാണ്, ഗുഡ്സ് ആൻഡ് സർവീസസും പോകുന്നു. ഈ ഒരു റൗണ്ടിൽ എന്താ പറയണെന്ന് അറിയോ? ഇതിനാണ് റിയൽ ഫ്ലോ എന്ന് പറയണേ. മനസ്സിലായല്ല? ഇതിനെയാണ് റിയൽ ഫ്ലോ എന്ന് പറയണേ. ഗുഡ്സ് മൂവ് ചെയ്യണേനെ മെഷർ ചെയ്യണേനാണ് എന്ത് പറയണേ? റിയൽ ഫ്ലോ എന്ന് പറയണേ. Real flow refers to the flow of factor services from households to firms and the corresponding flow of goods and services from firms to households. It is known as physical flow. ഒരു ഫിസിക്കൽ സംഭവം മൂവ് ചെയ്യണേന് അല്ലെങ്കിൽ ഫ്ലോ ചെയ്യണേനാണ് എന്ത് പറയണേ? റിയൽ ഫ്ലോ എന്ന് പറയണേ. മനസ്സിലായോ? ഈ ഫാക്ടർ സർവീസസ് ഫിസിക്കൽ അല്ലേ? അതെ. ഇവിടെ ക്യാഷ് വരുന്നുണ്ടോ? ഇല്ല. ഫാക്ടർ സർവീസസിൽ ക്യാഷ് വരില്ല. ഫാക്ടർ സർവീസസ് അവരുടെ ഇൻകം കൂട്ടണില്ല, അവർ കൊടുക്കുന്ന സർവീസസിൽ ക്യാഷ് ഇല്ലല്ലോ, ഇല്ല. അപ്പൊ അത് റിയൽ ഫ്ലോ ആണ്. ഇനി ഗുഡ്സ് ആൻഡ് സർവീസും പ്രൊഡ്യൂസ് ചെയ്യണം. ഗുഡ്സ് ആൻഡ് സർവീസസ് ഫിസിക്കൽ സംഭവമാണ്. അതിൽ ക്യാഷ് തന്നെ ഉണ്ടാവും. ക്യാഷിന് വേണ്ടിയാണ് ഉണ്ടാക്കണേ, എന്നാലും അത് ക്യാഷ് അല്ലല്ലോ മൂവ് ചെയ്യണേ, അത് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് മൂവ് ചെയ്യണേ. അപ്പൊ ഇവിടെ എന്താ? അത് റിയൽ ഫ്ലോ ആണ്. പക്ഷെ ക്യാഷ് എവിടെ മൂവ് ചെയ്യണേ? അവിടെ എന്ത് വരും? അപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, അവിടെ വരും മണി ഫ്ലോ. അവിടെ വരുന്നതാണ് എന്ത്? മണി ഫ്ലോ. അപ്പൊ ഇത്രയും പറ. ഫേംസിൽ നിന്നും ഫാക്ടർ പേയ്മെന്റ്സ് ആർക്ക് പോവും? ഹൗസ് ഹോൾഡ്സിലേക്ക് പോവും. അതെന്താ? അത് റിയൽ ഫ്ലോ ആണോ അതോ മണി ഫ്ലോ ആണോ? എന്തായിരിക്കും? ഫേംസിൽ നിന്നും ഫണ്ടാണ് പോണേ. ഫേംസിൽ നിന്ന് ക്യാഷ് എങ്ങോട്ടാ പോണേ? ഹൗസ് ഹോൾഡ്സിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ ക്യാഷ് പോകണോണ്ട് അതിന് എന്താ പറയണേ? മണി ഫ്ലോ എന്ന് പറയും. പക്ഷെ അത് തന്നെ
ഫേംസിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് എങ്ങോട്ട് പോണേ, ഹൗസ് ഹോൾസിലേക്ക് പോണെങ്കിൽ എന്താ, അത് റിയൽ ഫ്ലോ ആണ്. ആ ഒരു ഡിഫറൻസ് മനസ്സിലായല്ല. ക്യാഷ് വരികയാണെങ്കിൽ അത് മണി ഫ്ലോയും അല്ലെങ്കിൽ നോമിനൽ ഫ്ലോ എന്ന് കൂടി പറയും. ഇനി ഗുഡ്സ് ആൻഡ് സർവീസ് ആണ് പോണെങ്കിൽ അതിന്റെ റിയൽ ഫ്ലോ അല്ലെങ്കിൽ ഫിസിക്കൽ ഫ്ലോ എന്ന് കൂടി പറയും. സിമ്പിൾ അല്ലേ, ഭയങ്കര ഈസി അല്ലേ. നമുക്ക് ഫുൾ ആയിട്ട് നോക്കാം. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഫിസിക്കൽ ഫ്ലോ. There is only exchange of goods and services between two sectors without any involvement of money. ഇവിടെ ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രം എന്താ എക്സ്ചേഞ്ച് ചെയ്യണുള്ളൂ, മണി ഇന്റർഫിയർ ചെയ്യാനില്ല. ഇത് നോക്കിയേ, ഫാക്ടറി സർവീസസ് ഹൗസ് ഹോൾസിൽ നിന്ന് പോകുന്നു, ഫേംസിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് പോകുന്നു. ഇതിനാണ് എന്ത് പറയണേ, റിയൽ ഫ്ലോ. മറക്കൂല. ഇനി മണി ഫ്ലോയിൽ എന്താ, കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഓക്കെ, കൺസംഷൻ ആയിട്ട് ഹൗസ് ഹോൾസിൽ നിന്ന് ഫേംസിലേക്ക് കൺസംഷൻ എക്സ്പെൻഡിച്ചർ പോകൂലേ, ഇത് വാങ്ങിക്കാനായിട്ട് മണി പോകൂലേ, അതെന്താ, അത് മണി ഫ്ലോ ആണ് നടക്കണേ. കാരണം എന്താ, എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ക്യാഷ് അല്ലേ അവർക്ക് കൊടുക്കണേ. അപ്പൊ ഇവിടെ മണി ഫ്ലോ ആണ് നടക്കണേ. അവർ കൺസ്യൂം ചെയ്യേണ്ട സാധനങ്ങൾ വാങ്ങിക്കണേനാണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഹൗസ് ഹോളിൽ നിന്ന് ഫേംസിലേക്ക് ക്യാഷ് പോകുന്നു, ഫേംസിൽ നിന്ന് ഫാക്ടറി ഇൻകം പോകുന്നു. ഫാക്ടറി ഇൻകം എന്ന് പറഞ്ഞാൽ എന്താന്ന് നേരത്തെ പറഞ്ഞത്, എന്താ, സ്വന്തം നോക്കി വായിച്ചോ, ഞാനിപ്പോ പറയൂല, ഞാൻ കുറേ ശം പറയും. ഓക്കെ, മണി ഫ്ലോ റിയൽ ഫ്ലോ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ല, സിമ്പിൾ അല്ലേ. ഇനി ആവശ്യമില്ലല്ല. റിയൽ ഫ്ലോ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഫ്ലോ, അതായത് എന്ത്, സർവീസസ് അല്ലെങ്കിൽ ഗുഡ്സ് പോകുന്നതിനാണ് റിയൽ ഫ്ലോ എന്ന് പറയണേ. ഇനി മണി ഫ്ലോ എന്ന് പറയുമ്പോഴാ മണി പോകുന്നതിന്. റിയൽ ഫ്ലോയിന് വേറെ നെയിം എന്താ, ഫിസിക്കൽ ഫ്ലോ. ഇനി മണി ഫ്ലോയിന്റെ വേറെ നെയിം എന്താ, നോമിനൽ ഫ്ലോ. ക്ലിയർ? ഓക്കെ. ഇനി 4 സെക്ടേഴ്സ് ഓഫ് ദി ഇക്കണോമി. ഇത് ആവശ്യമില്ലെന്നാണ് എല്ലാവരും പറയുള്ളൂ, ഞാനും പറയുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, കാരണം ഇങ്ങനെ ഒരിക്കലും ക്വസ്റ്റ്യൻ വരൂല. മനസ്സിലായല്ല. ഇത് നമുക്ക് എന്തൊക്കെ സെക്ടർ ഉണ്ട്, നമ്മൾ ഇത്രയും പഠിച്ചതാക്കി 2 സെക്ടർ ഇക്കണോമി, 2 സെക്ടർ ആണ്, എന്ത്, ഫേംസും ഹൗസ് ഹോൾസും മാത്രമേ ഉണ്ടായുള്ളൂ. ശരിക്കും ഇൻ റിയൽ ലൈഫ് 4 സെക്ടേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ 2 എടുക്കണുള്ളൂ. നിങ്ങൾക്ക് 2 സെക്ടർ പഠിക്കാനുള്ളൂ. ഫസ്റ്റ് സെക്ടർ എന്ന് പറയുമ്പോൾ എന്താ, ഹൗസ് ഹോൾഡ് സെക്ടർ. ഹൗസ് ഹോൾഡ് സെക്ടർ എന്താ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ, എന്താ, ഇറ്റ് ഇൻക്ലൂഡ്സ് കൺസ്യൂമേഴ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആൻഡ് ഓൾസോ ഓണേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താ, ലേബർ, ഇത് ലാൻഡ്, അതിനെയൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയണേ. അതിനൊക്കെയാണ് ഹൗസ് ഹോൾഡ് മറ്റേ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയണേ. അതാണ് എന്ത്, ഹൗസ് ഹോൾഡ് സെക്ടറിലുള്ളത്. മനസ്സിലായല്ല. ദേ സപ്ലൈ ഫാക്ടേഴ്സ് ലൈക്ക് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺടർപ്രണർ, റിസീവ് ഇൻകം ഇൻ റിട്ടേൺ. ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇനി പ്രൊഡ്യൂസിങ് സെക്ടർ എന്താ, ഫേംസ് ആണ്. ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കുന്നവരെയാണ് എന്ത് പറയണേ, പ്രൊഡ്യൂസിങ് സെക്ടർ എന്ന് പറയണേ. ഇവരാണ് ഫാക്ടേഴ്സ് സർവീസസ് ഒക്കെ ഹയർ ചെയ്യുന്നത്. ഇവർക്കാണ് എന്ത്, ആൾക്കാർ പോയി പണിയെടുത്ത് കൊടുക്കുന്നതൊക്കെ. ഗവൺമെന്റ് സെക്ടർ ആണ്. ഗവൺമെന്റ് സെക്ടർ 2 വേയിൽ ആക്റ്റീവ്, ആസ് എ വെൽഫെയർ ഏജൻസി, ആസ് എ പ്രൊഡ്യൂസർ. ആസ് എ വെൽഫെയർ ഏജൻസി പറയുമ്പോൾ ലോ ആൻഡ് ഓർഡർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഡിഫൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഗവൺമെന്റ് ഫംഗ്ഷൻ ചെയ്യും. പിന്നെ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ എന്താ, ആസ് എ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ അവര് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കും. ഇറ്റ് പ്രൊഡ്യൂസസ് ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ ദ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്. ഗവൺമെന്റ് ഉണ്ടാക്കോ, നിങ്ങളൊന്ന് ആലോചിക്കേ. നിങ്ങൾക്ക് ഏതെങ്കിലും ഗവൺമെന്റ് സെക്ടർ എന്റർപ്രൈസസ് അറിയോ? നിങ്ങൾക്കറിയായിരിക്കും. പക്ഷെ ഒരു എക്സാമ്പിൾ പറയാം, മോഡേൺ ബ്രെഡ്സ്. അത് ഇപ്പൊ ഗവൺമെന്റിന്റെ അല്ലായിരുന്നു, പക്ഷെ ഇത് തുടങ്ങിയത്, മോഡേൺ ബ്രെഡ്സ് തുടങ്ങിയത് ആരുടെ, ഗവൺമെന്റ് ആയിരുന്നു. പിന്നെ അത് പ്രൈവറ്റൈസ് ഒക്കെ ചെയ്ത് പോയി. അപ്പൊ അങ്ങനത്തെ കുറെ സെക്ടേഴ്സ് നമ്മുടെ ഗവൺമെന്റിനുണ്ട്. അതാണ് ഉദ്ദേശിച്ചുള്ളൂ. ഇനി ഫോറിൻ സെക്ടേഴ്സ്, പുറത്തുനിന്ന് ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്തെങ്കിലുമൊക്കെ നടക്കണ്ടെങ്കിൽ അതിനൊക്കെ ഫോറിൻ സെക്ടറിലാണ് കൂട്ടുന്നത്. ഇനി സർക്കുലർ ഫ്ലോയിനെ സിമ്പിൾ ഇക്കണോമി അല്ലെ 2 സെക്ടർ ഇക്കണോമി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അത്ര നിങ്ങൾ പഠിച്ച ആ ഡയഗ്രാം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് സംഭവം, അതായത് എന്തൊക്കെയാണ് ഇനിയിപ്പോ ഇതിൽ എഴുതണ്ടേന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഒന്ന് നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. പെട്ടെന്ന് നമുക്ക് സർക്കുലർ ഫ്ലോ ഇൻ സിമ്പിൾ ഇക്കണോമി നോക്കാം. നമ്മൾ ഡയഗ്രാമിൽ പഠിച്ച സെയിം സംഭവം തന്നെ, പക്ഷെ ജസ്റ്റ് സെന്റൻസ് ആയിരിക്കും, ലൈക്ക് തിയറിയുടെ എങ്ങനെ എഴുതണേ. സിമ്പിൾ ഇക്കണോമിയിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ പറയാം. ഓൺലി 2 സെക്ടേഴ്സ്, ഹൗസ് ഹോൾസും ഫേംസും മാത്രമേ ഉള്ളൂ. ഹൗസ് ഹോൾസ് അത് ഓണേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അത് ഞാൻ പറഞ്ഞു, എന്താ, സർവീസ് കൊടുക്കുന്നത് മറ്റേ ഹൗസ് ഹോൾസ് ആണ്. അപ്പൊ അവരാണ് ഓണേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി കൺസ്യൂമേഴ്സ് ഓഫ് ഗുഡ് വരാ ഹൗസ് ഹോൾസ് ആണ്. പിന്നെ ഫേംസ് എന്താണ്, പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസ് ആൻഡ് സെൽസ് ടു ഹൗസ് ഹോൾഡ്. അവർ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹൗസ് ഹോൾസിലേക്ക് സെല്ല് ചെയ്യും. ഇനി ഇൻ ഓർഡർ ടു മേക്ക് നമുക്ക് പഠിക്കൽ കുറച്ചുകൂടി ഈസി ആവാനായിട്ട് നമ്മൾ കുറച്ച് അസംപ്ഷൻ എടുക്കുന്നുണ്ട്. ആകെ 2 സെക്ടേഴ്സ് ഉള്ളൂ, ഗവൺമെന്റും 4 സെക്ടർ ഒന്നും ഇല്ല. പിന്നെ ഹൗസ് ഹോൾഡ് സെക്ടർ സപ്ലൈസ്, ഹൗസ് ഹോൾഡ് സെക്ടർ ആണ് ഫാക്ടറി സർവീസ് കൊടുക്കുന്നത്, അതും ഫേംസിന് മാത്രം കൊടുക്കുന്നുള്ളൂ. ആൻഡ് ഫേംസ് ഫാക്ടറി സർവീസസ് ഹൗസ് ഹോൾഡിൽ നിന്ന് മാത്രം എടുക്കുന്നുള്ളൂ. ഇതൊന്നും ഒരിക്കലും ക്വസ്റ്റ്യൻ വരില്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഫേംസ് പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസ് ആൻഡ് സെൽ ദെയർ എൻറ്റയർ ഔട്ട്പുട്ട് ടു ഹൗസ് ഹോൾഡ്. പിന്നെ ഫേംസ് എന്തൊക്കെ ഉണ്ടാക്കിയാലും അതെല്ലാം എന്താ, ഹൗസ് ഹോൾഡ്സിലേക്ക് കൊടുക്കുകയാണ്, അതെല്ലാം ഹൗസ് ഹോൾഡ്സിലേക്ക് വിൽക്കുകയാണെന്ന് ഒരു അസംപ്ഷൻ ഉണ്ട്. പിന്നെ ഹൗസ് ഹോൾഡ്സ് റിസീവ് ഫാക്ടറി ഇൻകം ഫോർ ദ സർവീസ് ആൻഡ് സ്പെൻഡ്.
ഇതിലെന്താ പറയുന്നത് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഡൗട്ട് വരും, ആർക്ക് കാശ് കിട്ടിയാലും ഇത്തിരിയെങ്കിലും ഒന്ന് കയ്യിൽ വെക്കൂലെന്ന് വിചാരിക്കും. പക്ഷെ ഈ ഒരു അസംഷനിൽ ഫേം ഹൗസ് ഹോൾഡ്സിന് കിട്ടുന്ന ഫാക്ടറി ഇൻകം അവരൊന്നും കയ്യിൽ വെക്കാനുള്ള മൊത്തം കൺസ്യൂം ചെയ്യണം. അതാണ് ഇതിലാകെയുള്ള നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു അസംഷൻ. ദർ ആർ നോ സേവിങ്സ് ഇൻ ദ എക്കണോമി, ദാറ്റ് ഇസ് മീൻസ് ഹൗസ് ഹോൾഡ്സ് സേവ് ചെയ്യാനുള്ള പ്രൊഡ്യൂസേഴ്സ് അതായത് ഫേംസും സേവ് ചെയ്യാനുള്ള ദ ഔട്ടർ ഓഫ് അപ്പൊ ഈ ഒരു ഡയഗ്രം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഈ ഒരു ഡയഗ്രത്തില് ഇതെന്നാ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ അതൊക്കെ പോകുന്നത് എന്താ റിയൽ ഫ്ലോയും, ഇൻകം അല്ലെങ്കിൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഒക്കെ പോകുന്നത് ഏതാ മണി ഫ്ലോയും. സിമ്പിൾ അല്ലേ, ഭയങ്കര ഈസി അല്ലേ, അത്രേ ഉള്ളൂ ചാപ്റ്റർ. ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക, നിങ്ങൾ കമന്റ് ഇട്ടാൽ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ആൻഡ് താങ്ക് യു, ബൈ ബൈ.